ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് മോര് കാച്ചുവാണ് ചെയ്യണേ. പക്ഷേ അത് ചീനച്ചേമ്പിട്ടാണ് മോര് കാച്ചുന്നത്. ചീനച്ചേമ്പ് മീൻസ് നമ്മുടെ ഇലയും തണ്ടും ഫുള്ള് സമൂലം കറി വെക്കണം, തോരൻ വെക്കണ ചേമ്പാണ്. അപ്പം ഞാൻ അതുകൊണ്ട് അതിൻ്റെ തണ്ട് കൊണ്ട് ഇന്ന് മോര് കറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇനി ഇത് ചേർക്കാനുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് തേങ്ങ, ഉള്ളി, ചുമന്നുള്ളി, മുളക്, ഇഞ്ചി. ഞാൻ മുളക് ഓൾറെഡി ചേമ്പിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി മുളകാണ് ചേർക്കണുള്ളൂ. കൂടാതെ ജീരകം ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരച്ചെടുത്ത് തേങ്ങ കൂടെ ഈ വെന്ത ചേമ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾ ഒഴിച്ച് കൊടുത്ത് തേങ്ങയൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ അടിച്ചു വെച്ചത് മോര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഒത്തിരി പുളിയൊന്നും ഉള്ള മോരല്ല, അതുകൊണ്ട് ഞാൻ ഫുള്ള് ഒഴിച്ച് കൊടുത്തു. നമുക്ക് പതിയെ ഇത് കുറുക്കി പറ്റിച്ചെടുക്കാവേ. സാധാരണ എല്ലാവരും പറയും മോര് തിളയ്ക്കുമ്പോൾ, മോര് സാധാരണ തിളപ്പിക്കില്ലല്ലോ, തിളയ്ക്കുമ്പോൾ അത് പിരിഞ്ഞു പോകുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാവേ. ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് തരാം. ഈ തിളപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയ ദിവസം തന്നെ കൂട്ടാനല്ലാണ്ട് പിറ്റേ ദിവസത്തേക്ക് മോരിന് നല്ല പുളിയായി വരും. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ആ മോരിലെ പുളിക്കണ ഇതൊക്കെ അങ്ങ് ഇതായി പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ പുളി ഉണ്ടാവത്തില്ല കേട്ടോ. എത്ര ദിവസം കഴിഞ്ഞാലും മോരിന് പുളി ഉണ്ടാവില്ല. അപ്പം ഞാനിവിടെ നന്നായിട്ട് തിളപ്പിച്ച് കാണിച്ചു തരാവേ. കണ്ടോ, മോര് നന്നായിട്ട് തിളയ്ക്കണമുണ്ടോ? നന്നായിട്ട് തിളച്ച് നമ്മൾ കുറുക്കി പറ്റിച്ചെടുത്ത മോര് കറി എന്നൊക്കെ പറയില്ലേ. അപ്പം ഇങ്ങനെ ഇളക്കി 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 കുറച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. വറ്റിച്ച് പാകമാക്കിയെടുക്കാം. അപ്പം ഇങ്ങനെയാവുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലും നമ്മുടെ മോര് കറിക്ക് ഒരിറ്റ് പുളി ഉണ്ടാവില്ല കേട്ടോ. വറ്റി വരാൻ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, മോര് ഈ മാതിരി വെട്ടി തിളയ്ക്കണ്ട കേട്ടോ, എന്നിട്ടൊന്നും പിരിഞ്ഞു പോണില്ല. അപ്പം നമ്മുടെ മോരിരുന്ന് അത്യാവശ്യമൊക്കെ പറ്റിയത് അത്യാവശ്യം കൊഴുപ്പൊക്കെ ആയിട്ടോ. ഇനി ഇത് ചൂടാറുമ്പോൾ ഇത്തിരിയോട് വറ്റി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ പാകം കണ്ട് നമ്മൾ വാങ്ങണം. അപ്പോൾ ഞാൻ ദേ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് വേണ്ട കടുക് ഉലുവയും ഒക്കെ ഒന്ന് പൊട്ടിച്ച് ഉള്ളി ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒഴിക്കാം കേട്ടോ. കണ്ട, കാണുമ്പോൾ തന്നെ എന്താ ഭംഗി ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ മോരുകറി വെച്ച് കൂട്ടിയിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് വെച്ചിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലിടണം കേട്ടോ.